അപ്പോൾ ഇന്ന് കുറച്ച് നങ്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം. ഇതിപ്പോൾ നമ്മുടെ നങ്ക് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് പൊരിക്കാനും എടുക്കണം, കുറച്ച് കറി വെക്കാനും എടുക്കണം. അപ്പോൾ വേണ്ട ഇതിനുള്ള സാധനങ്ങളാണ് കേട്ടോ. പച്ചമുളക്, ഇഞ്ചി, ചെറിയുള്ളി, വേപ്പില. ഇതൊന്ന് ചതച്ചെടുക്കാം. ഇത് പെട്ടെന്ന് കഴിയും കേട്ടോ. ഇതിനധികം പണിയില്ല. നങ്ക് തിളപ്പിക്കൽ പെട്ടെന്ന് കഴിയും. വിനാഗിരി ഒഴിച്ചാണ് തിളപ്പിക്കുന്നത് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കറി വെക്കാൻ. ഇതെൻ്റെ ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ പരന്ന ചട്ടിയായിട്ടാണ് വെച്ചേക്കണം. ഇങ്ങനത്തെ മീനൊക്കെ പരന്ന ചട്ടി വെക്കണതാണ് നല്ലത്. കോരി എടുക്കുമ്പോൾ അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും കുഴിവെള്ള ചട്ടിയൊക്കെ ആണെങ്കിൽ. അതിലേക്ക് ചതച്ച് വെച്ച എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഇത് മീൻ ക്ലീൻ ചെയ്തെടുക്കുന്ന സമയം മാത്രമേ ഉള്ളൂ നമുക്ക് കുറച്ച് സമയം വേണ്ടത്. പിന്നെ പെട്ടെന്ന് കഴിയും. അപ്പോൾ അതിൻ്റെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇവിടേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിക്ക് ഭയങ്കര എരിവാണ് കേട്ടോ. അതുകൊണ്ട് നോക്കിയിട്ടില്ലെങ്കിൽ പണി കിട്ടും. എരിവ് അധികം ഇഷ്ടമല്ല ഇവിടെ. മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനം മതി ഇതിന്, വേറെ ഒന്നും വേണ്ട. കുറച്ച് ഉപ്പൊക്കെ നോക്കിയിടണം നങ്കിന്. കാരണം അതിൽ തൊലിയില്ലാത്ത മീൻ, ചെറിയ മീനല്ലേ, കനവില്ലാത്ത മീനല്ലേ. ഉപ്പും പുളിയൊക്കെ പെട്ടെന്ന് അങ്ങ് പിടിക്കും. അതുപോലെ ഇത് ചാറ് നല്ല തിളച്ച് പാകമായിട്ട് മാത്രമേ ഈ മീൻ ഇടാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ മീനെല്ലാം പൊടിഞ്ഞു പോകും. മുള്ള് മാത്രമേ ഉണ്ടാവുള്ളൂ. മുളക് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. മണം വരണം. അപ്പോൾ മാത്രമേ വിനാഗിരി ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ മുളക് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അതിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ഉപ്പ് ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. വിനാഗിരി നോക്കി ഒഴിക്കണം, പുളി കൂടി പോകരുത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം മതി. ഇതൊന്ന് ചാറധികം വെച്ചാൽ ഈ മീനൊന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഈ കറിക്ക്. ചാറൊക്കെ കുറച്ച് പാടുള്ളൂ. ഇത് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ മീനിൻ്റെ ചാറ് നല്ല തിളച്ച് സെറ്റായിട്ടുണ്ട്. അതിലേക്ക് നല്ല മീനങ്ങ് നിരത്തിയിട്ട് കൊടുക്കാം. നല്ല അടുക്കി വെച്ചിട്ട് കൊടുക്കണം കേട്ടോ ഈ മീൻ. അല്ലാണ്ട് കളകുളാന്ന് പറഞ്ഞിട്ടാൽ എല്ലാ മീനും പൊടിഞ്ഞ് നാശമായി പോകും. നങ്ക് തിളപ്പിക്കണതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. ആ രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ മീൻ കുറേ കുളം പോലെ ചാറൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളില്ല. ഇത് വെറുതെ ഒന്ന് തിളച്ചാൽ മതി. അപ്പോഴത്തേക്ക് ആ മീൻ വരുന്നു. അത് തിളക്കുമ്പോഴത്തേക്കും ഇതേണ്ട പാൻ വെച്ചിട്ടുണ്ട്. മീൻ വറുക്കാം. കുഞ്ഞു മീനായതുകൊണ്ടിട്ടാണ് ഞാൻ ഈ പാത്രം വെച്ചത് കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നങ്ക് കറി സെറ്റായിട്ടുണ്ട്. നാക്കും കുഴഞ്ഞു പോയി. സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓഫ് ചെയ്യുന്നതിനകത്ത്